നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരം 1201 ഇടവമാസം 26-ാം തീയതി മുതൽ 32-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചക്കാലം, അതായത് 2026 ജൂൺ 9 മുതൽ 15 വരെയുള്ള സമയം. ജൂൺ 15 കഴിഞ്ഞാൽ പിന്നെ മിഥുന മാസമായി. ഇവിടെ ഇടവമാസത്തിലെ അവസാനത്തെ വാരത്തിൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം. ഇവിടെ നാം ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഈ ദിനത്തിൽ ഗ്രഹസ്ഥിതിയും കൂടി നമുക്ക് ചിന്തിക്കാം. മേടൻ രാശിയിൽ ചൊവ്വയും, ഇടവൻ രാശിയിൽ ആദിത്യനും, മിഥുൻ രാശിയിൽ ബുധനും, കർക്കിടകത്തിൽ വ്യാഴവും ശുക്രനും, ചിങ്ങൻ രാശിയിൽ കേതുവും, കന്നി രാശിയിൽ ഗുളികനും, കുംഭൻ രാശിയിൽ രാഹുവും, 12-ാം രാശിയിൽ അവസാനത്തെ രാശി അന്ത്യരാശിയിൽ ശനിയും ചന്ദ്രനുമാകുന്നു. ഓരോ രാശിക്കാരുടെയും എപ്രകാരമാണ് ശുഭാശുഭ ഫലങ്ങൾ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ശുക്രൻ മാത്രമാണ് കർക്കിടക രാശിയിലേക്ക് മാറിയിരിക്കുന്നത്. മറ്റ് ഗ്രഹങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. വ്യാഴം ജൂൺ 2-ാം തീയതി തന്നെ കർക്കിടകത്തിലേക്ക് തന്നെ ഉച്ചനക്ഷത്രത്തിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ചന്ദ്രൻ മീനൻ രാശിയിലാണ്. ഇത് ചർച്ച ചെയ്യുമ്പോൾ, ഈ വാരഫലം ചർച്ച ചെയ്യുന്ന സമയത്ത് ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ഞാനിത് ചർച്ച ചെയ്യുന്നത്. ഇടവൻ രാശിയിൽ നിന്ന് നിൽക്കുന്ന ഗ്രഹം സൂര്യനാണ്. 2-ാം ഭാവത്തിൽ ബുധൻ, മിഥുനത്തിൽ, കർക്കിടകത്തിൽ വ്യാഴവും ശുക്രനും, ചിങ്ങത്തിൽ കേതു, 10-ാം ഭാവത്തിൽ കുംഭത്തിൽ രാഹു, 11-ാം ഭാവത്തിൽ ചന്ദ്രൻ, ശനി, 12-ൽ ചൊവ്വ. ഈ ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു വാരം വൈവാഹിക ജീവിതത്തിൽ വലിയ ക്ലേശങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ലഗ്നാധിപനായ ശുക്രൻ 3-ൽ നിൽക്കുന്നു. രതി സ്ത്രീജനെ തസ്യ ന. സ്ത്രീജനങ്ങളോട് രതി കുറയുക. പ്രത്യേകിച്ച് ഇവിടെ ദാമ്പത്യപതി, വിവാഹം ചിന്തിക്കാവുന്ന ഗ്രഹം 7-ാം ഭാവാധിപൻ ചൊവ്വ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ പലപ്പോഴും യാത്രയിലൊക്കെ അല്ലെങ്കിൽ ദൂരസഞ്ചാരം, ദേശം വിട്ട് പോകുക, ഫാമിലിയുമായിട്ട് പാർഷ്യൽ സെപ്പറേഷൻ വരുന്ന ഒരു വാരമാണ്. കർമ്മമേഖലയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സാമ്പത്തികമായ ഒരു ധനയോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം 3-ാം ഭാവത്തിൽ വസുമതി യോഗ കർത്താവായി 2 ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നു. ലഗ്നാൽ അതീവ വസുമൽ ശശാങ്കാൽ. അപ്പോൾ ലഗ്നത്തിൻ്റെ 3-ാം ഭാവത്തിൽ 2 ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് സാമ്പത്തികമായ ചില നന്മകളെ സൂചിപ്പിക്കുന്നു. ഇവിടെ 2-ാം ഭാവത്തിൽ ബുധനുമുണ്ട്. ധനം ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ ഏതെങ്കിലും വ്യാപാര വിഷയങ്ങൾ, ഊഹക്കച്ചവടം അല്ലെങ്കിൽ ബ്രോക്കറേജുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ തന്നെ നല്ല ഗുണം. അപ്രകാരം ഗവേഷണ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പഠന വിഷയം പൂർത്തീകരിക്കാൻ ഉള്ള അവസരം, അല്ലെങ്കിൽ പുത്തൻ വിദ്യാർത്ഥികൾക്ക് സർക്കാർ ബാങ്ക് ലോണുകളൊക്കെ കിട്ടുവാനുള്ള സമയം, ഇതൊക്കെ സംഭവ്യമാകുന്നു. ശാരീരികമായി ഡിസ്ക്, നടുസംബന്ധമായ ബുദ്ധിമുട്ടുകൾ നോക്കണം. ഘനമുള്ള വസ്തുക്കളെടുത്ത് ഉയർത്താതിരിക്കുക. അപ്രകാരം തന്നെ മഴക്കാലമാണ്. നെഞ്ചത്ത് പനി വന്ന ബുദ്ധിമുട്ടും അനുഭവിക്കും വളരെയധികം. കാരണം 4-ാം ഭാവത്തിൽ കേതുവാണ്. ശ്വാസസംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ലങ്സിലൊക്കെ ബുദ്ധിമുട്ട് സംഭവിക്കുന്ന വാരമാണ്. ഓവറായ എക്സൈറ്റ്മെൻറ്റ് കൂടും ഈ വാരം. കാരണം ലഗ്നത്തിൽ സൂര്യനാണ്. സൂര്യൻ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നു, നെഞ്ചിടിപ്പ് കൂടുതലാകും. നിസ്സാര കാര്യത്തിനൊക്കെ തന്നെ വളരെയധികം സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടുന്ന വാരമാണ്. പലപ്പോഴും ഫാമിലി ലൈഫിൽ അസ്വസ്ഥതകൾ ഞാൻ പറഞ്ഞു. അതിനുമപ്പുറം കുടുംബക്കാർ, ഭാര്യ വീട്ടുകാർ പല വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നങ്ങളെ വഷളാക്കുന്ന ഒരവസ്ഥയൊക്കെ വരും. അതിനാൽ താൻ തന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ് ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്ത് വളരെ അഭികാമ്യമെന്ന് പ്രത്യേകം പറയട്ടെ. അസമയത്തുള്ള യാത്ര ശ്രദ്ധിക്കണം. അധോമുഖ രാശി ആരൂഢമാണ്. നിശാരാശിയാണ് ഇടവൻ രാശി. അതിനാൽ വാഹനാപകടത്തിന് കൂടുതൽ സാധ്യതയാണ്. അസമയത്തുള്ള യാത്രയിൽ തന്നെ പിടിച്ചു പറിക്കപ്പെടുക, ആരെങ്കിലും തങ്ങളുടെ വിലപ്പെട്ട സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോവുക. മഴക്കാലമാകുമ്പോൾ ശ്രദ്ധിക്കണം. ഇലക്ട്രിക്കൽ സാധനങ്ങൾക്ക് അപകടങ്ങൾ വരിക, പെട്ടെന്ന് ഷോക്കടിക്കുക മുതലായ പ്രയാസങ്ങളും വരുന്ന വാരമാണ്. ഇവിടെ നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ കൂളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാടായി സമർപ്പിക്കാൻ മറക്കരുത്. നന്ദി, നമസ്തേ.